Welcome. Greetings from Kindergarten at Bethesda in the mighty name of our Lord and Savior Jesus Christ. Dear sisters and brothers, കഴിഞ്ഞ 5 എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ദുഷ്ടനായ സാത്താൻ ഈ ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളെയും ഇസ്രായേലിനെതിരായി അതിൻ്റെ ശത്രുക്കളായി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാനായി അണിനിരത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതായിരുന്നുവല്ലോ. അതിനായി ആസാഫ് എഴുതിയ 83-ാം സങ്കീർത്തനം നാം പഠിച്ചിരുന്നു. അവിടെ നാം കണ്ടു ഈ രാജ്യങ്ങളുടെ മുൻഗാമികൾ ആരൊക്കെയായിരുന്നു എന്ന്. അതിൽ ഇശ്മായേലിൻ്റെ സന്തതി പരമ്പരകൾ ഉണ്ടായിരുന്നു. ഏശാവിൻ്റെ, ലോത്തിൻ്റെ, ഹാമിൻ്റെ, കെത്തൂറയുടെ, അതായത് ദ ഇഷ്മേലൈറ്റ്സ്, ദ ഇദോമൈറ്റ്സ്, മോവാബൈറ്റ്സ്, അമ്മോനൈറ്റ്സ്, ഹാഗറൈറ്റ്സ്, ആമലക്കൈറ്റ്സ്, പാലസ്റ്റീനിയൻസ്, അസീറിയൻസ്, മിദിയനൈറ്റ്സ്, ഇങ്ങനെ ഇസ്രായേലിനെ വെറുക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാനായി വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇവരുടെ പിൻഗാമികളാണ്. ദുഷ്കീർത്തികരങ്ങളായ 3 കാര്യങ്ങളിൽ അവർ അതീവ തൽപരരാണ്. 3 ബാഡ് റെപ്യൂട്ടേഷൻസ്. സാത്താൻ്റെ ചെയ്തികൾ വെളിവാക്കപ്പെടുന്ന ഈ 3 നൊട്ടോറിയസ് കാര്യങ്ങളാണ് ലസ്റ്റ് ഫോർ സെക്സ്, ലസ്റ്റ് ഫോർ ടെറിട്ടറി ആൻഡ് ലസ്റ്റ് ഫോർ പവർ. പിശാചിൻ്റെ സ്ട്രാറ്റജി കൂടാരവാതിലിൽ മൂക്ക് കൊണ്ടുവച്ച ഒട്ടകത്തിൻ്റേതുപോലെയാണ്. The story of a camel who has its nose in the tent. നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ ഒട്ടകം തൻ്റെ ഉടയവനോട് ചോദിച്ചു, എൻ്റെ മൂക്ക് ഈ കൂടാരത്തിനകത്തേക്ക് കയറ്റി വെച്ചോട്ടെ എന്ന്. ഉടയവൻ പറഞ്ഞു, വെച്ചോളൂ, അതിനെന്താ. ഒടുവിൽ സംഭവിച്ചത്, ഈ ഒട്ടകം തൻ്റെ തല പതുക്കെ ആ കൂടാരത്തിനകത്തേക്ക് കയറ്റി വെച്ചു. പിന്നെ തൻ്റെ ശരീരവും കയ്യും കാലും വാലും എല്ലാം കയറ്റി വെച്ച് അവിടെ അങ്ങ് നിലയുറപ്പിച്ചു. പിന്നീട് അവിടെ അങ്ങ് കിടന്നു. ഒടുവിൽ ഉടയവൻ അവിടെ ഇരിക്കുവാനോ നിൽക്കുവാനോ പറ്റാത്ത വിധം അസൗകര്യവും ശല്യവുമായി മാറി. ഉടയവൻ പുറത്തു ചാടി. അതുപോലെയാണ് അഭയാർത്ഥികളായി ആഹാരത്തിനും വസ്ത്രത്തിനും വെള്ളത്തിനും കയറി കിടക്കാൻ ഒരിടവും തേടി സത്യദൈവ ആരാധികളായവരുടെ രാജ്യത്ത് കയറിക്കൂടുന്ന ഇവർ, സ്ത്രീകളാണെങ്കിൽ ഒരു കുഞ്ഞിനെ എളിയിലും മറ്റ് പല കുഞ്ഞുങ്ങൾ വസ്ത്രങ്ങളിൽ അള്ളിപ്പിടിച്ചും അടുത്ത കുഞ്ഞിനെ വയറ്റിലും ചുവന്നുകൊണ്ട് കടന്നു വരുന്ന ഇക്കൂട്ടർ, ദൈവസ്നേഹമുള്ള ഈ ജനങ്ങളുടെ എല്ലാ നന്മകളും ആവോളം അനുഭവിച്ച് പിന്നെ അവരെ ചൂഷണം ചെയ്ത് അവർക്ക് ശല്യമായി അവരെ അവിടെ നിന്ന് ഓടിച്ചു കളയും. എതിർത്താൽ നിർദാക്ഷിണ്യം കൊന്നുകളയുകയും ചെയ്യും. അതാണ് അവരുടെ സ്ട്രാറ്റജി. എന്നിട്ട് അവരുടെ ദേശമെല്ലാം കൈവശമാക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, സാത്താൻ വന്നിരിക്കുന്നത് അറുക്കുവാനും മുടിപ്പാനും മോഷ്ടിക്കുവാനും അല്ലാതെ മറ്റൊന്നിനുമല്ല എന്ന്. നാം ഇത് മനസ്സിലാക്കണം സഹോദരങ്ങളെ. ശത്രുവായ ഈ സാത്താൻ എങ്ങനെയാണ് സത്യദൈവ ആരാധികളായ ഇസ്രായേൽ മക്കളെ ആക്രമിച്ചത്, ഏത് സ്ട്രാറ്റജിയാണ് സാത്താൻ പ്രയോഗിച്ചത് എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ന്യായാധിപന്മാർ അഥവാ ജഡ്ജസ് ചാപ്റ്റർ 6-ൽ ഇതുപോലെ ഒരു സംഭവം നാം വായിക്കുന്നു. എങ്ങനെയാണ് സാത്താൻ മിദ്യാന്യരിൽ കൂടെ ഇസ്രായേൽ മക്കളെ ആക്രമിച്ചത് എന്നാണ് നാം അവിടെ കാണുന്നത്. യേശുക്രിസ്തുവിന് മുമ്പ് 13-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ പ്രാരംഭ വർഷങ്ങളിൽ മിദ്യാന്യർ ഇസ്രായേലിനെ ആക്രമിച്ചു. ഇവിടെ ചാപ്റ്റർ 6 വേഴ്സ് 2-ൽ നാം വായിക്കുന്നു, 7 സംവത്സരം മിദ്യാന്യർ ഇസ്രായേലിന്മേൽ ആധിപത്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്കരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസ വരെ നാട്ടിലെ വിളവ് നശിപ്പിക്കും.
ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കയില്ല. അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടുക്കിളി പോലെ കൂട്ടമായി വരും. അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. പ്രിയ സഹോദരങ്ങളെ, ആർക്കും ഒരു ദോഷവും ചെയ്യാതെ അടങ്ങി പാർത്തിരുന്ന ദൈവജനത്തെയാണ് സാത്താൻ മിദ്യാന്യരിൽ കൂടെ ആക്രമിക്കുന്നത്. മിദ്യാന്യർ മാത്രമല്ല, അവർക്ക് കൂട്ടിനായി അമാലേക്കരും കിഴക്ക് ദേശക്കാരും ഇറങ്ങി. ഇവിടെ നാം കാണുന്നത് ഇസ്രായേൽ മക്കൾക്ക് സ്വന്തം വീട്ടിൽ പോലും താമസിക്കുവാൻ സാധിക്കുന്നില്ല. അവരെ അവിടുന്ന് അടിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗഹ്വരങ്ങളും ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി. അതുപോലെ ഇസ്രായേൽ മക്കൾ ദേശത്ത് വിതച്ചിരിക്കുമ്പോൾ ഈ ദുഷ്ടന്മാർ വന്ന് ഗസ വരെ അവരുടെ വിളവ് നശിപ്പിക്കും. അവരുടെ ആടുമാടുകളെയും എല്ലാം അവർ മോഷ്ടിച്ചു കൊണ്ടുപോകും. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർക്ക് നിലവിളിക്കുവാൻ മാത്രമേ അറിയുകയുള്ളൂ. പക്ഷേ ഈ നിലവിളി യഹോവയായ ദൈവത്തിൻ്റെ ചെവിയിലെത്തി. യഹോവ അവരുടെ നിലവിളി കേട്ടു. അവർക്ക് രക്ഷകനായി ഗിദെയോൻ എന്ന ന്യായാധിപനെ ദൈവം അയച്ചു കൊടുത്തു. ഗിദെയോൻ അവർക്ക് വേണ്ടി പോരാടി. അത് നാം ജഡ്ജസ് 7 വായിക്കുന്നത്. എങ്ങനെയാണ് ഗിദെയോൻ ഈ മിദ്യാന്യരുടെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിച്ചത് എന്ന്. ദൈവത്തിൻ്റെ സ്ട്രാറ്റജിയാണ് ഇവിടെ നടന്നത്. യഹോവയാം ദൈവം ഗിദെയോനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്യുക. വെറും 300 മനുഷ്യരെ കൊണ്ടാണ് യഹോവ അവരെ തുരത്തിയത്. വെറും 300 മനുഷ്യരെ കൊണ്ട് 1,35,000 മിദ്യാന്യരെ ദൈവം ഭ്രമിപ്പിച്ചു. അവർ തന്നെയാണ് പരസ്പരം വെട്ടിക്കൊന്നത്. ശത്രുക്കൾ പരസ്പരം വെട്ടിക്കൊന്നു. "300 valiant men with 300 jars, 300 trumpets, 300 torches surrounded the Midianite camp at night. At a signal, they smashed the jars, blew trumpets, and yelled. Torches were in all jars. So the Midianites became totally confused by the noise and light display. In their confusion, they began to fight and kill each other." ഇതാണ് ദൈവത്തിൻ്റെ സ്ട്രാറ്റജി. ദൈവം ഓരോ സമയത്തും ഓരോ സ്ട്രാറ്റജിയാണ് തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ആരും വാൾ കൊണ്ടോ കുന്തം കൊണ്ടോ വെട്ടിക്കൊന്നില്ല. ശത്രുക്കൾ പരസ്പരം വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. ദൈവം അവരെ പരിഭ്രമിപ്പിച്ചു. നമുക്ക് ഈ സംഭവം അറിയാം. ചാപ്റ്റർ 7 വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഗിദെയോൻ ഇസ്രായേലിനെ ഈ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത് എന്ന്. സഹോദരങ്ങളെ, യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ജനമെല്ലാം അറിവാൻ ഇടവന്നു. കാരണം യുദ്ധം യഹോവയ്ക്കുള്ളത്, പ്രതികാരം യഹോവയ്ക്കുള്ളത്. അവൻ പകരം വീട്ടും. അവൻ ശത്രുക്കളെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട് എന്ന് സർവഭൂമിയും അറിയും. ഇസ്രായേൽ മക്കൾ എപ്പോഴും നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കും. സഹോദരങ്ങളെ, അവരുടെ പ്രയാസഘട്ടത്തിൽ അവർ നിലവിളിക്കുമ്പോൾ യഹോവ അവരുടെ രക്ഷകനായി വരും.
നമുക്കറിയാം ഏദോമ്യർ പറഞ്ഞ കാര്യം. ഏദോമ്യർ പറയുകയായിരുന്നു, ഇടിച്ചു കളവീൻ, അടിസ്ഥാനം വരെ ഇടിച്ചു കളയുവീൻ. അതായത് ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക എന്നാണ് ശത്രുക്കൾ പറഞ്ഞത്, ഇപ്പോഴും പറയുന്നത്. Raise it, raise it, raise her to the ground, raise her to its very foundation, the sons of Edom said. O Lord, remember Jerusalem against the son of Edom. ഇടിച്ചു കളവീൻ, ഇടിച്ചു കളവീൻ, അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളവീൻ എന്ന് പറഞ്ഞ ഏദോമ്യർക്കായി യെരൂശലേമിൻ്റെ നാൾ ഓർക്കണമേ. Psalm 137 verse 7. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായുണ്ട്. കാരണം ഇസ്രായേലിന് നേരെ സർവ്വജാതികളും തിരിഞ്ഞിരിക്കുകയാണ്. സകല രാജ്യങ്ങളും അതിനെതിരായി പാളയമിറങ്ങിയിരിക്കുകയാണ്. ഇസ്രായേലിനോടൊപ്പം നമുക്കും ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കാം. നാം അത് മറന്നുപോയെങ്കിൽ കഷ്ടമാണ്. ഇഫ് ഐ ഫൊർഗെറ്റ് യു, ഓ ജെറൂസലേം, ലെറ്റ് മൈ റൈറ്റ് ഹാൻഡ് ഫൊർഗെറ്റ് ഹെർ സ്കിൽ. അതായത് ഫൊർഗെറ്റ് ഹെർ സ്കിൽ അപ്പോൺ ദ ഹാർട്ട്. ജെറുസലേമേ, ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലങ്കൈ മറന്നു പോകട്ടെ. അതായത് എൻ്റെ വലങ്കൈ കിന്നരം മീട്ടുവാനുള്ള അതിൻ്റെ കഴിവിനെ മറന്നു പോകട്ടെ. ഇസ്രായേൽ പ്രാർത്ഥിക്കുകയാണ്. ഇസ്രായേൽക്കാർ എപ്പോഴും പാട്ടുപാടി ആരാധിക്കുന്ന ഒരു കൂട്ടമാണ്. ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു കൂട്ടമാണ്. കിന്നരം കൊണ്ടും വീണ കൊണ്ടും തന്ത്രിനാദം കൊണ്ടും എല്ലാമാണ് അവർ ദൈവത്തെ പാടി സ്തുതിക്കുന്നത്. ഇസ്രായേൽ മക്കൾ പറയുകയാണ്, ജെറുസലേമിനെ ഞങ്ങൾ മറക്കുന്നുവെങ്കിൽ ലെറ്റ് അവർ റൈറ്റ് ഹാൻഡ്സ് ഫൊർഗെറ്റ് ഹെർ സ്കിൽ. വലങ്കൈ മറന്നു പോകട്ടെ. വലങ്കൈ കൊണ്ട് കിന്നരം മീട്ടുവാനുള്ള ആ കഴിവ് അതിനില്ലാതെയാകട്ടെ. അതിൻ്റെ അർത്ഥം ജെറുസലേമിനെ മറക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എന്നെങ്കിലും അങ്ങനെ മറക്കുവാൻ ഇടവന്നാൽ ഞങ്ങളുടെ വലങ്കൈ ശൂന്യമായി പോകട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ കഴിവ് നഷ്ടപ്പെടട്ടെ എന്നാണ് അവർ പറയുന്നത്. ഇഫ് ഐ ഡു നോട്ട് റിമെമ്പർ യു, ഓ ജെറൂസലേം, ഇഫ് ഐ ഡു നോട്ട് എക്സോൾട്ട് ജെറൂസലേം എബവ് മൈ ചീഫ് ജോയ്, ലെറ്റ് മൈ ടങ് ക്ലിങ് ടു ദ റൂഫ് ഓഫ് മൈ മൗത്ത്. അതായത് ഇഫ് ഐ ഫെയിൽ ടു ലവ് ജെറൂസലേം മോർ ദാൻ എനി ഹയസ്റ്റ് ജോയ്, ലെറ്റ് മീ നെവർ സിങ് അഗെയിൻ. യെരൂശലേമേ, നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരൂശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. നാക്ക് അണ്ണാക്കിനോട് പറ്റിപ്പോകുമ്പോൾ നമുക്ക് പാടുവാൻ കഴിയില്ല സഹോദരങ്ങളെ. ഈ ഇസ്രായേൽക്കാർ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. അവർ പറയുകയാണ്, ഞങ്ങളുടെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ, ഞങ്ങൾ യെരൂശലേമിനെ മറന്നുപോയാൽ. അതുകൊണ്ട് ഞങ്ങൾ യെരൂശലേമിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ഹൃദയവും കണ്ണും കാതും കരളും എല്ലാം ജെറുസലേമിലേക്കാണ്. ജെറുസലേമിന് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ സ്വന്തം നാട്, ആ ദേശത്തിനു വേണ്ടി ജെറുസലേമിനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ. നമുക്കും അവരോടൊപ്പം പറയാം, ജെറുസലേമേ, നിന്നെ ഞങ്ങൾ മറക്കുന്നു എങ്കിൽ ഞങ്ങളുടെ വലങ്കൈ മറന്നു പോകട്ടെ. അതുപോലെ നിന്നെ ഞങ്ങൾ ഞങ്ങളുടെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ ഞങ്ങളുടെ നാവ് അണ്ണാക്കോടെ പറ്റിപ്പോകട്ടെ. ഞങ്ങൾക്ക് പാട്ടുപാടുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ കഴിവില്ലാതെയായി പോകട്ടെ എന്നാണ് പറയുന്നത്. അതായത് ഞങ്ങൾ ഒരിക്കലും നിന്നെ മറക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ മറക്കില്ല. പ്രിയ ദൈവജനമേ, ഈ ഇസ്രായേലിൻ്റെ ദേശീയ ഗാനമാണ് എബ്രായ ഭാഷയിൽ ഹാത്തിക്വ എന്നറിയപ്പെടുന്നത്, ദ ഹോപ്പ്. ആ ജനതയുടെ 2000-ൽ പരം വർഷങ്ങളായുള്ള
പ്രത്യാശാനിർഭരമായ ഹൃദയാഭിലാഷമാണ് ഈ ഗാനം പ്രകടമാക്കുന്നത്. ആ ദേശത്തേക്ക് വന്ന് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അവിടെ ജീവിക്കുവാനുള്ള അവരുടെ ഹൃദയവാഞ്ച പ്രകടിപ്പിക്കുന്ന ഗാനം. കേട്ടു നോക്കാം അവരുടെ ഭാഷയായ ഹീബ്രുവിൽ തന്നെ. കോലോത് ബലേവാ പെനിമാ നെഫെഷ് യഹൂദി ഹോമിയാ ഉൽഫാട്ടെ മിശ്രാഖ് കാദിമാ ആയിനിൽ സിയോൻ സോഫിയാ ഓൺലോദാ ടിക്വതേനു ഹാത്തിക് ബബൺ സ്നോഡൽ പായിം എൽയോട്ടം ഹോഫ്ഷി ബേയാൻ സേനു എരേഡ് സിയോൻ യെരൂശലേം എൽയോത്തം ഹോഫ്ഷി ബേയാൻ സേനു എരേഡ് സിയോൻ യെരൂശലേം. ഹീബ്രു ഭാഷയിൽ നിന്നും ഈ ദേശീയ ഗാനം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കിയാലോ. യഹൂദയേ നിൻ നെഞ്ചിലായി ആത്മാവിൻ ഗീതം ഹോമിക്കാം. കിഴക്കു ദർശനമാം കണ്ണുകളുമായി ഞങ്ങൾ നിൽക്കുന്ന ദേശം സിയോൻ പുരിയാ. പങ്ങം വാരാത്ത പ്രതീക്ഷയുമായി 2000 പരവത്സരമായി സ്വതന്ത്ര രാഷ്ട്രമായി മരുവിടുവാൻ ഈ ധരയിൽ സിയോനും യെരൂശലേമും സ്വതന്ത്ര ജനതയായി മേവിടുവാൻ ഈ ധരയിൽ സിയോനും യെരൂശലേമും. ഒരു പരമാധികാര രാഷ്ട്രമായി സ്വാതന്ത്ര്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ തങ്ങളുടെ ദൈവത്തെ പാടി പുകഴ്ത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള സഹസ്രാബ്ദങ്ങളായുള്ള അവരുടെ ഹൃദയാഭിലാഷത്തിൻ്റെ പൂർത്തീകരണമാണ് സഹോദരങ്ങളെ ഇന്നത്തെ ഇസ്രായേൽ. അവർ ആ ഇസ്രായേലിനെ, ആ ജെറുസലേമിനെ, ആ സിയോനെ എത്രമാത്രം സ്നേഹിക്കുന്നു. അതുകൊണ്ട് നമുക്കും അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ജെറുസലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കാം. വിശുദ്ധ ബൈബിളും അതുതന്നെയാണ് നമ്മോട് പറയുന്നത്. സങ്കീർത്തനം 122 6 വാക്യത്തിൽ പറയുന്നു, യെരുസലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ, നിന്നെ സ്നേഹിക്കുന്നവർ സമൃദ്ധിയായിരിക്കട്ടെ. Pray for the peace of Jerusalem. May all who love this city prosper. May the grace of our Lord Jesus Christ be with you till we meet again with yet another episode. I bless you in Jesus' name. Amen.